Good morning. Today we are going to discuss drainage and sanitation in buildings. Drainage and sanitation in buildings. Water consumed by inhabitants reappears as wastewater. നമ്മൾ കൺസ്യൂം ചെയ്ത വെള്ളം പിന്നീട് വേസ്റ്റ് വാട്ടർ ആയിട്ടാണ് കാണപ്പെടുന്നത്. This wastewater coming from kitchens, bathrooms, water closets, urinals has to be properly drained in order to maintain healthy environment. കിച്ചൺസിൽ നിന്ന് വരുന്ന, ബാത്റൂംസിൽ നിന്ന് വരുന്ന, വാട്ടർ ക്ലോസറ്റിൽ നിന്ന് വരുന്ന, യൂറിനൽസിൽ നിന്നും വരുന്ന വേസ്റ്റ് വാട്ടർ എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്കൊരു ആരോഗ്യകരമായിട്ടുള്ള എൻവിറോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. If the wastewater is not drained, it leads to stagnation in and around the building, causing nuisance. വേസ്റ്റ് വാട്ടർ ശരിയായ രീതിയിൽ ഡ്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് വെള്ളം കെട്ടിക്കിടക്കും. ഇത് പലതരത്തിലുള്ള ന്യൂസൻസിന് കാരണമാകുന്നു. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് എയിംസ് ഓഫ് ബിൽഡിംഗ് ഡ്രെയിനേജ്? ബിൽഡിംഗ് ഡ്രെയിനേജിൻ്റെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ടു ഡ്രെയിൻ എവേ ദി ലിക്വിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ബിൽഡിങ്സ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ബിൽഡിങ്ങിൽ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്യുക. ടു പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് ഫോൾ ഗ്യാസസ് ഫ്രം ദി സീവർ ലൈൻസ്. സീവർ ലൈൻസിൽ നിന്നുള്ള ഫോൾ ഗ്യാസസ്, നമുക്കിഷ്ടമില്ലാത്ത വൃത്തിഹീനമായിട്ടുള്ള സ്മെല്ലിൻ്റെ എൻട്രി ഒഴിവാക്കുക. ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ക്വിക്ക് റിമൂവൽ ഓഫ് ഫോൾ മാറ്റർ സച്ച് ആസ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഫ്രം വാട്ടർ ക്ലോസറ്റ്സ്. വാട്ടർ ക്ലോസറ്റിൽ നിന്നുള്ള ഹ്യൂമൻ എക്സ്ക്രീറ്റ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുക. ടു കളക്ട് സീവേജ് സിസ്റ്റമാറ്റിക്കലി ഫോർ ഇറ്റ്സ് ഫർദർ കൺവേയൻസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ. സീവേജ് സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്കത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിനും ട്രീറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഡിസ്പോസ് ചെയ്യുന്നതിനും കഴിയുകയുള്ളൂ. To provide healthy and aesthetic environment in buildings. ബിൽഡിങ്സിൽ ആരോഗ്യകരമായിട്ടുള്ളതും ഈസ്തെറ്റിക്കുമായിട്ടുള്ള എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വി ഹാവ് ടു ലുക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് ഡ്രൈനേജ് സിസ്റ്റം ഇൻ ബിൽഡിങ്സ്. ബിൽഡിങ്സിൽ ഉണ്ടായിരിക്കേണ്ട ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോൾ മാറ്റർ ഷുഡ് ബി ക്വിക്ക്ലി റിമൂവ്ഡ് എവേ ഫ്രം സാനിറ്ററി ഫിക്സ്ചേഴ്സ്. ഫോൾ മാറ്റർ, ഹ്യൂമൻ എക്സ്ക്രീറ്റ, മനുഷ്യരുടെ വേസ്റ്റസ് ഒക്കെ പെട്ടെന്ന് തന്നെ സാനിറ്ററി ഫിക്സ്ചേഴ്സ്, സാനിറ്ററി ഫിക്സ്ചർ എന്ന് പറയുമ്പോൾ വാട്ടർ ക്ലോസറ്റിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡ്രെയിനേജ് സിസ്റ്റം ഷുഡ് ബി ഏബിൾ ടു പ്രിവെൻറ്റ് എൻട്രി ഓഫ് ഗ്യാസസ്, വെർമിൻ എക്സെട്ര ഫ്രം സീവർ ഇൻ ടു ദി ബിൽഡിങ്സ്. ശരിയായ രീതിയിൽ നമ്മൾ ഡ്രെയിനേജ് ചെയ്തില്ലെങ്കിൽ സീവറിൽ നിന്ന്, വേസ്റ്റ് ക്യാരി ചെയ്തു കൊണ്ടുപോകുന്ന പൈപ്പുകളിൽ നിന്ന് ഫോൾ ഗ്യാസസ്, ഇഷ്ടമില്ലാത്ത സ്മെല്ലും ചിതലുകളും മറ്റും ബിൽഡിങ്സിലോട്ട് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഒഴിവാക്കുക നിർബന്ധമാണ്. ഡ്രൈനേജ് പൈപ്സ് ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ. ഡ്രൈനേജ് പൈപ്പുകൾ സ്ട്രോങ് ആയിരിക്കണം, കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായിരിക്കണം. Pipes and joints should be airtight to prevent any leakage of wastewater or gases. പൈപ്പുകളും പൈപ്പ് ജോയിൻറ്റുകളും എയർ ടൈറ്റ് ആയിരിക്കണം. വേസ്റ്റ് വാട്ടറിൻ്റെയോ ഗ്യാസസിൻ്റെയോ ലീക്ക് അവിടെ ഉണ്ടാകാൻ പാടില്ല. നെറ്റ്വർക്ക് ഓഫ് പൈപ്സ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ആക്സസിബിലിറ്റി ഫോർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് റിമൂവിങ് ഒബ്സ്ട്രക്ഷൻസ്. പൈപ്പിൻ്റെ നെറ്റ്വർക്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാനും പൈപ്പ് നെറ്റ്വർക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും കഴിയണം. പല വേസ്റ്റുകൾ കൊണ്ടും പൈപ്പുകളിൽ ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ഇവയെല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം പൈപ്പ് നെറ്റ്വർക്ക്. സിസ്റ്റം ഷുഡ് നോട്ട് ഗീവ് സ്കോപ്പ് ഫോർ എയർലോക്സ്, സെൽഫ് ഓർ ഇൻഡ്യൂസ്ഡ് സൈഫണേജ്, ഡെപ്പോസിറ്റ്സ്, ഒബ്സ്ട്രക്ഷൻ. സിസ്റ്റത്തിലെ എയർലോക്കുകളോ സെൽഫ് ഇൻഡ്യൂസ്ഡ് സൈഫണേജ് ആക്ഷൻസോ മറ്റു തടസ്സങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ലെവൽസ് ഓഫ് ബിൽഡിംഗ്, സീവർ ആൻഡ് അതർ പോയിന്റ്സ് ഓഫ് ഔട്ട്ലെറ്റ് ഷുഡ് ബി ഫിക്സഡ് ആക്യുറേറ്റ്ലി.
ബിൽഡിങ്ങിൻ്റെ ലെവല്, സീവർ പൈപ്പിൻ്റെ ലെവലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പൈപ്പ് ഷുഡ് ബി ഓഫ് നോൺ അബ്സോർബൻറ്റ് മെറ്റീരിയൽസ്. പൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് നോൺ അബ്സോർബൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടായിരിക്കണം. ബ്രാഞ്ച് ഡ്രെയിൻ ഷുഡ് ബി ആസ് ഷോർട്ട് ആസ് പോസിബിൾ. പൈപ്പ്സിൻ്റെ ബ്രാഞ്ചുകൾ കഴിയുന്നത്ര ചെറിയതായിരിക്കണം. ഡ്രെയിൻസ് ഷുഡ് നോട്ട് പാസ് നിയർ ഓർ അണ്ടർ ദി ട്രീസ്. ഡ്രെയിനേജ് പൈപ്പുകൾ ഒരിക്കലും മരത്തിൻ്റെ അരികിലൂടെയോ മരത്തിന് താഴെ കൂടെയോ പാസ് ചെയ്യരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ആസ് ഫാർ ആസ് പോസിബിൾ ഡ്രെയിൻ ഷുഡ് നോട്ട് പാസ് അണ്ടർ ബിൽഡിങ്സ്. കഴിയുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കണം. പൈപ്പുകൾ ഒരിക്കലും ബിൽഡിങ്സിൻ്റെ അടിയിലൂടെ പോകരുത്. ഡ്രെയിൻ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് പ്രോപ്പർ വെന്റിലേഷൻ ടു അവോയ്ഡ് എയർ ലോക്സ് ആൻഡ് സൈഫോണേജ്. ഡ്രെയിനേജ് പൈപ്പുകളിൽ പ്രോപ്പർ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം. എയർ ലോക്കും സൈഫോണേജ് ആക്ഷനുമെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണിത്. സിസ്റ്റം ഷുഡ് ഹാവ് ട്രാപ്സ് അറ്റ് ഓൾ നെസസറി പോയിൻറ്റ്സ്. എല്ലാ ആവശ്യമായിട്ടുള്ള പോയിന്റുകളിലും നമ്മൾ ട്രാപ്പുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാനിറ്ററി ഫിക്ചേഴ്സിൽ അഥവാ സാനിറ്ററി ഫിറ്റിംഗ്സിൽ ട്രാപ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പൈപ്പ്സ് യൂസ്ഡ് ഇൻ ഡ്രൈനേജ് അറേഞ്ച്മെൻറ്റ്? ഡ്രൈനേജ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന വ്യത്യസ്ത പൈപ്പുകൾ ഏതൊക്കെയാണ്? ദോസ് ആർ സോയിൽ പൈപ്പ്, വേസ്റ്റ് പൈപ്പ്, vent pipe and anti-siphonage pipe. So we can look those one by one. Soil pipe. It is represented by capital letter SP. The pipe through which liquid waste including human excreta flows is called soil pipe. സോയിൽ പൈപ്പിലൂടെ ലിക്വിഡ് വേസ്റ്റിനോടൊപ്പം ഹ്യൂമൻ എക്സ്ക്രീറ്റയും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. These pipes are connected to water closet. ഹ്യൂമൻ എക്സ്ക്രീറ്റ ക്യാരി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൈപ്പുകൾ വാട്ടർ ക്ലോസറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് പൈപ്പ് ഈസ് വേസ്റ്റ് പൈപ്പ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ WP. The pipe carrying liquid waste from kitchens, bathrooms, wash basins which does not contain human excreta is called waste pipe. വേസ്റ്റ് പൈപ്പിൽ ഒരിക്കലും ഹ്യൂമൻ എക്സ്ക്രീറ്റ ക്യാരി ചെയ്യുന്നില്ല. പകരം കിച്ചൺ, ബാത്റൂം, വാഷ് ബേസിന് ഇവിടങ്ങളിൽ നിന്നുള്ള ലിക്വിഡ് വേസ്റ്റ് മാത്രമാണ് ക്യാരി ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് വെന്റ് പൈപ്പ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ VP. A pipe installed to provide ventilation. വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പൈപ്പാണ് വെന്റ് പൈപ്പ്. ഹിയർ ഫ്ലോ ഓഫ് എയർ ഇൻ ടു ഓർ ഫ്രം എ ഡ്രൈനേജ് സിസ്റ്റം ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് വാട്ടർ സീൽ. വാട്ടർ സീലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലോട്ടോ പുറത്തോട്ടോ ആയിട്ട് എയർ ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. Ventilating pipe is one which enables the fall gases produced in pipes to escape into the atmosphere. വെന്റിലേറ്റിംഗ് പൈപ്പിലൂടെയാണ് ഫോൾ ഗ്യാസസ്, ബാഡ് സ്മെല്ലുള്ള ഗ്യാസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിലോട്ട് എസ്കേപ്പ് ചെയ്തു പോകുന്നത്. ലാസ്റ്റ് പൈപ്പ് ഈസ് ആൻറ്റി സൈഫോണേജ് പൈപ്പ്. ഇറ്റ് പ്രിവെൻറ്റ് സെൽഫ് ഓർ ഇൻഡ്യൂസ്ഡ് സൈഫോണേജ് ആക്ഷൻ. ആൻറ്റി സൈഫോണേജ് പൈപ്പാണ് സെൽഫ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് സൈഫോണേജ് ആക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇഫ് സൈഫോണേജ് ടേക്ക് പ്ലേസ്, വാട്ടർ സീൽസ് ഓഫ് ട്രാപ്സ് ആർ സെക്ഡ് ആൻഡ് ഗീവ് എവേ ഫോർ ദി എൻട്രി ഓഫ് ഫോൾ ഗ്യാസസ് ഇൻ ടു ദി ബിൽഡിംഗ് ത്രൂ ദി ഫിറ്റിംഗ്സ് കോസിംഗ് ഓഡർ ന്യൂസൻസ്. സെൽഫായിട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ട് സൈഫോണേജ് ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ വാട്ടർ സീല്, നിങ്ങൾക്കറിയാലോ ക്ലോസറ്റിൽ ഒക്കെ ഒരു വാട്ടർ സീൽ ഉണ്ടല്ലോ, വാട്ടർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ഈ വാട്ടർ സീല് സക്ക് ചെയ്യപ്പെടും, ഉള്ളിലോട്ട് വലിക്കപ്പെടും. അങ്ങനെ അവിടെ ഒരു സ്പേസ് ഉണ്ടാവുകയും ഈ ഒരു സ്പേസിലൂടെ ഫോൾ ഗ്യാസസ് ഒക്കെ ബിൽഡിങ്ങിലോട്ട് കടന്നു വരും. ഓക്കെ, ഇത് ബാഡ് ഓർഡറും മറ്റു ന്യൂസൻസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് പ്ലംബിംഗ് സിസ്റ്റംസ്. വാട്ട് ആർ ദി 3 different type of plumbing systems used in drainage? ബിൽഡിംഗ് ഡ്രൈനേജ്. ബിൽഡിംഗ് ഡ്രൈനേജിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 വ്യത്യസ്ത പ്ലംബിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ്?
single stack system, one pipe system, two pipe system. Single stack system. In this system, wastewater from bathroom, kitchen, wash basins, urinals and also wastewater containing human excreta from water closet is discharged through a single soil pipe. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിൽ ഒരു സിംഗിള് സോയിൽ പൈപ്പിലൂടെയാണ് ബാത്റൂം, കിച്ചണ്, വാഷ് ബേസിന്, യൂറിനൽസ്, വാട്ടർ ക്ലോസറ്റ് എന്നുള്ള വേസ്റ്റൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, വാട്ടർ ക്ലോസറ്റിൽ നിന്നുള്ള വേസ്റ്റ് ആകുമ്പോൾ അവിടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക. ദിസ് പൈപ്പ് ഈസ് ഓൾസോ മെയ്ഡ് ടു ആക്ട് ആസ് എ വെന്റിലേറ്റിംഗ് പൈപ്പ്. ഈ ഒരു പൈപ്പ് തന്നെയാണ് വെന്റിലേറ്റിംഗ് പൈപ്പായിട്ടും ആക്ട് ചെയ്യുന്നത്. ഇവിടെ വാട്ടർ സീലിന് അറ്റ്ലീസ്റ്റ് 75 mm ഡെപ്ത് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. വൺ പൈപ്പ് സിസ്റ്റം. In this system, the soil pipe carries wastewater from bath, kitchen, urinal, water closet. But addition to this, a separate vent pipe is connected to the fittings. ഇവിടെ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിലെ പോലെ തന്നെ ഒരു പൈപ്പിലൂടെയാണ് ബാത്റൂം, കിച്ചണ്, യൂറിനല്, വാട്ടർ ക്ലോസറ്റ് എന്നൊക്കെയുള്ള വേസ്റ്റ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ ഒരു സെപ്പറേറ്റ് വെന്റ് പൈപ്പ് അഥവാ വെന്റിലേറ്റിംഗ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Advantage of this system is that the pipes are effectively ventilated and water seals are protected. ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ വാട്ടർ സീൽ കറക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ കറക്റ്റായിട്ട് വെന്റിലേഷനും നടക്കുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തെ അപേക്ഷിച്ച് കോസ്റ്റ്ലിയർ ആണ്. ടു പൈപ്പ് സിസ്റ്റം. In this system, soil pipe is connected to all water closets and urinals, and the other waste pipe is connected to bath, kitchen, wash basins, etc. ഇവിടെ രണ്ട് പൈപ്പ് ഉണ്ട്. പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം. സോയിൽ പൈപ്പ് വാട്ടർ ക്ലോസറ്റും യൂറിനലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വേസ്റ്റ് പൈപ്പ് ബാത്റൂം, കിച്ചണ്, വാഷ് ബേസിൻസ് ഇവയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോത്ത് സോയിൽ പൈപ്പ് ആൻഡ് വേസ്റ്റ് പൈപ്പ് ആർ സെപ്പറേറ്റ്ലി വെന്റിലേറ്റഡ് ബൈ വെന്റ് പൈപ്സ്. ഇവിടെ സോയിൽ പൈപ്പും വേസ്റ്റ് പൈപ്പും വെന്റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെന്റ് പൈപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ മൊത്തം 4 പൈപ്പ് ഉണ്ടെന്നർത്ഥം. ഒരു സോയിൽ പൈപ്പ്, ഒരു വേസ്റ്റ് പൈപ്പ്, 2 വെന്റിലേറ്റിംഗ് പൈപ്പ്. ഓക്കെ, ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് വെരി ഇഫക്റ്റീവ് ആൻഡ് ട്രബിൾ ഫ്രീ ഡ്രൈനേജ്. ഈ ഒരു സിസ്റ്റം വളരെ ഇഫക്റ്റീവാണ്, പക്ഷേ നോട്ട് എക്കണോമിക്കൽ ആണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഇൻ ഡ്രൈനേജ് സിസ്റ്റം? ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ ഇഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 5 ടെസ്റ്റുകളാണ്. ദോസ് ആർ എയർ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, സ്മോക്ക് ടെസ്റ്റ്, കളേർഡ് വാട്ടർ ടെസ്റ്റ് ആൻഡ് സ്മെൽ ടെസ്റ്റ്. എയർ ടെസ്റ്റ്. Here, air is blown into the drain after plugging the ends. Soap solution is then applied. The formation of bubbles indicates the leakage. ഇവിടെ നമ്മൾ ഒരു ഡ്രെയിൻ പൈപ്പ് എടുക്കുന്നു, 2 എൻഡും പ്ലഗ് ചെയ്യുന്നു. അതിനുശേഷം എയർ അതിലോട്ട് വീശുന്നു, എയർ സപ്ലൈ ചെയ്യുന്നു, സോപ്പ് സൊല്യൂഷനും അപ്ലൈ ചെയ്യുന്നു. ബബിൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ ലീക്കേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. വാട്ടർ ടെസ്റ്റ്. Drain is plugged at the lower inspection chamber and water is filled under a pressure of 0.015 Newton per mm square. ഇവിടെ ഇൻസ്പെക്ഷൻ ചാമ്പറിൽ 0.015 ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ വാട്ടർ ഫില്ല് ചെയ്യുകയാണ്. അവിടെ വാട്ടർ ലെവലിൽ എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് ഉണ്ടെങ്കിൽ 10 മിനിറ്റ്സിൽ എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. സ്മോക്ക് ടെസ്റ്റ്. Test is carried out to detect leakage of rainwater pipes and other vertical waste pipe. റെയിൻ വാട്ടർ പൈപ്സിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സ്മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സ്മോക്ക് ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ദ പൈപ്പ്. ഇവിടെ പൈപ്പിലോട്ട് സ്മോക്ക് ഫോഴ്സ് ചെയ്യും. ലീക്കേജ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ സ്മെൽ ഓർ വിഷൻ ഓഫ് ദി സ്മോക്ക് ത്രൂ ദി ജോയിൻറ്റ്. ജോയിൻറ്റിലൂടെ സ്മോക്ക് പുറത്തു വരികയോ അല്ലെങ്കിൽ ജോയിൻറ്റിലൂടെ സ്മോക്ക് സ്മെല്ല് ചെയ്യുകയോ വഴി നമുക്ക് ലീക്കേജ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. കളേർഡ് വാട്ടർ ടെസ്റ്റ്.
കളർ വാട്ടർ ഈസ് ആഡഡ് ഫ്രം വൺ സൈഡ്, ലീക്കേജ് ക്യാൻ ബി ഈസിലി സീൻ. ഇവിടെ കളർ വാട്ടർ നമ്മൾ ഡ്രെയിനിലൂടെ കടത്തിവിടും. അപ്പോൾ ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ കളർ വാട്ടർ പുറത്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയും. ലാസ്റ്റ് ടെസ്റ്റ് ഈ സ്മെൽ ടെസ്റ്റ്. എയർ ഈസ് മിക്സഡ് വിത്ത് സം സ്മെല്ലിംഗ് ഗ്യാസ് ആൻഡ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ ദി ഡ്രെയിനേജ് പൈപ്പ്. ലീക്കി ജോയിൻസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ സ്മെല്ലിംഗ്. ഇവിടെ ഡ്രെയിനേജ് പൈപ്പിലൂടെ എയർ സ്മെല്ലിംഗ് ഗ്യാസുമായിട്ട് മിക്സ് ചെയ്തിട്ട് കടത്തിവിടുന്നു. അപ്പോൾ ലീക്കി ജോയിൻസിലൂടെ ഈ ഗ്യാസ് പുറത്ത് വരികയാണെങ്കിൽ നമുക്ക് സ്മെല് ചെയ്യും. അതുവഴി ലീക്കേജ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. സോ ഇൻ അവർ ടുഡേ സെക്ഷൻ വി ഹാവ് ഡിസ്കസ്ഡ് ബിൽഡിംഗ് ഡ്രൈനേജ് ഓവറോൾ എ ഐഡിയ. ഇന്നത്തെ വീഡിയോയിൽ ബിൽഡിംഗ് ഡ്രൈനേജിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടുഡേ സെക്ഷൻ വി ആർ വൈൻഡ് അപ്പിംഗ് ഹിയർ. ഓക്കെ, താങ്ക് യു.